കാരന്തൂർ മർക്കസ്. ആ മർക്കസിനെതിരെ കറുത്ത പോസ്റ്ററിലൂടെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട കേരളീയ വഹാബികൾക്ക് ആ മർക്കസ് എന്താണ് സമൂഹത്തിനെതിരെ ചെയ്തതെന്ന് പറയാൻ കഴിയുമോ? ഈ രാജ്യത്തെ സൂക്ഷ്മമായ സ്നേഹബന്ധങ്ങൾ അരക്കുട്ടുറപ്പിക്കാനുള്ള സേവന പ്രവർത്തനങ്ങളെ, രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളിലേക്ക് വഴിഞ്ഞൊഴുകിയ സ്നേഹത്തിന്റെ കിരണങ്ങളെ ഇതല്ലേ മർക്കസുസ് സഖാഫത്തി സുന്നിയ കൈമാറിയതോ? ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മർക്കസ് എന്നും സ്നേഹമാണ് കൈമാറിയിട്ടുള്ളതോ? ആരെയാണ് മർക്കസ് ഇവിടുത്തെ സ്നേഹ സാമ്രാജ്യത്തിൽ ഒന്നാമതായി ഇണക്കി ചേർത്തതോ? 25ഓളം വരുന്ന അനാഥകളെ, ആ അനാഥകളെ തലോടിക്കൊണ്ടാണ് മർക്കസിന്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. ആ മർക്കസിന്റെ ആദ്യ സംരംഭമായി 25 അനാഥകളിലൂടെ സമാരംഭം കുറിച്ച അനാഥാലയത്തിന്റെ സംഭാവനയായി ഈ സമുദായത്തിന്റെ പുറമ്പോക്കിലേക്ക് എറിയപ്പെട്ട നൂറുകണക്കായ അനാഥകളെ അഭ്യസ്തവിദ്യരായ ആലിമുകളായി, അഡ്വക്കറ്റുമാരും എഞ്ചിനീയറുമായി പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈമാറിയ മഹത്തായ മർക്കസിന്റെ മടിത്തട്ടിൽ നിന്ന് മലയാളി കാണാത്ത കാരുണ്യത്തിന്റെ കാൽവെപ്പുകൾ ഉണ്ടായി. സഹോദരന്മാരെ, അറിയില്ലേ നിങ്ങൾക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തോ ആ പെട്ടെന്ന് മരണപ്പെട്ടുപോയ ഭർത്താവിന്റെ അസാന്നിധ്യം ഏൽപ്പിച്ച ആഘാതം സഹിക്കാൻ കഴിയാതെ മുലപ്പാൽ നുകരുന്ന കുഞ്ഞോമന കുഞ്ഞിന്റെ മുഖത്തേക്ക് കണ്ണിട്ട് നോക്കി കരയുന്ന വിധവകളായ ഉമ്മമാരുടെ കൈകളിലേക്ക് കുഞ്ഞിനെ വളർത്താനുള്ള സഹായ ഹസ്തങ്ങൾ നീട്ടിയ ഒരു പണ്ഡിതൻ ഈ രാജ്യത്തുണ്ടോ? അത് ഖമറുലുലമ കാന്തപുരം ഉസ്താദാണോ? നൂറുകണക്കായ അനാഥ മക്കളോ, ഉമ്മമാരുടെ മുലപ്പാൽ നുകരുന്ന കുഞ്ഞുമക്കളെ ആ ഉമ്മയുടെ മടിത്തട്ടിലിൽ താരാട്ട് പാട്ടുപാടി ഉറക്കുവാനും വളർത്തുവാനുമുള്ള സാമ്പത്തിക സഹായങ്ങളോ, ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിലേക്ക് പറിച്ചു നടാൻ പറ്റുന്ന പ്രായം വരെയും മാതാവിന്റെ മടിത്തട്ടിലിൽ പരിരക്ഷിക്കുകയും പിന്നീട് ആ കുഞ്ഞുമക്കളെ കാരന്തൂർ മർക്കസ് ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടോ നൂറുകണക്കായ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ കരസ്പർശം നൽകുന്ന കാന്തപുരം ഉസ്താദോ, അതിന്റെ വേദിയായ കളിത്തൊട്ടിലായ കാരന്തൂർ മർക്കസുസ് സഖാഫത്തി സുന്നിയ. സഹോദരന്മാരെ, മതവർണ്ണ വൈജാത്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ടോ അമുസ്ലിങ്ങളും മുസ്ലിങ്ങളുമായ മുലപ്പാൽ നുകരുന്ന കുഞ്ഞുമക്കൾക്കാണോ മർക്കസിന്റെ കാരുണ്യ കരസ്പർശം ലഭിച്ചുകൊണ്ടിരിക്കുന്നതോ? ഇനിയും നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ആ മർക്കസിന്റെ മടിത്തട്ടിലാണോ, ആ മർക്കസിന്റെ കത്തളത്തിലെ അനാഥാലയത്തിന്റെ തിരുമുറ്റമാണോ മഹാനായ കാന്തപുരം ഉസ്താദ് തന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ കണ്ടെത്താറുള്ളതോ? ചന്ത സന്തോഷങ്ങൾ പങ്കിടാൻ അവിടുന്ന് കടന്നു വരാറുള്ളത് എട്ടും പൊട്ടും തിരിയാത്ത അനാഥ മക്കളുടെ അരികിലേക്കാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കാന്തപുരം ഉസ്താദോ അവിടുത്തെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നിന്ന് തന്റെ അനാഥകളെ കാണുവാൻ കണ്ടെത്തുന്ന അസുലഭമായ സന്ദർഭങ്ങളുണ്ടോ? ആ അനാഥ മക്കളുടെ അരികിലേക്ക് മഹാനായ കാന്തപുരം ഉസ്താദ് കടന്നു വരുമ്പോൾ ആരാണ് അനാഥാലയത്തിന്റെ അകത്തളത്തിൽ ഉസ്താദിന്റെ മുഖത്തേക്ക് കണ്ണിട്ടു നോക്കുന്ന മക്കൾ ആരാണ്? അള്ളാഹുവിന്റെ വിധിക്ക് വിധേയപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടുപോയ പിതാവിന്റെ അസാന്നിധ്യം കാരണത്താൽ മാതാവിന്റെ മടിത്തട്ടിലിൽ കിടന്ന് കിന്നരിക്കാനെന്ന് വിധി കൊടുക്കാത്ത അനാഥകളായ അരുമ മക്കളുടെ അരികിലേക്ക് ഒരു പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് തെരുവിലൂടെ കടന്നുപോയി 10 കാശിന് മിഠായി വാങ്ങി തിന്നാൽ അള്ളാഹു വിധി കൊടുക്കാത്ത അനാഥ മക്കളുടെ അരികിലേക്ക് കയ്യിലൽപ്പം മിഠായി പേക്കുമായി കടന്നു വരുന്ന കാന്തപുരം ഉസ്താദിന്റെ ഹൃദയാരിയായ രംഗങ്ങളുണ്ട്. ഒരു പിതാവിനോടെന്ന പോലെ, ഒരു വല്ലിപ്പയോടെന്ന പോലെ അവിടത്തെ കൈകളിൽ നിന്ന് മിഠായി വാങ്ങാൻ മത്സരിക്കുന്ന അനാഥകളോ, ആ വല്ലിപ്പയോടെന്ന പോലെ അവിടത്തെ മടിയിലൊന്ന് കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുമക്കള്, ഒരു വല്ലിപ്പയോടെന്ന പോലെ അവിടത്തെ ലോലമായ താടിരോമങ്ങളിൽ കുഞ്ഞിളം കൈകളെ കൊണ്ട് തലോടി കിന്നരിക്കുന്ന അനാഥകളുണ്ടല്ലോ. ഈ രാജ്യത്തിന്റെ മുറ്റത്തേക്ക് കാന്തപുരം ഉസ്താദ് നൽകിയ കാരുണ്യത്തിന്റെ ഹൃദയകാരിയായ ചിത്രമാണത്. ആ മർക്കസിന്റെ മഹത്തായ സേവന വിപ്ലവങ്ങളോ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. മർക്കസ് 3.5 പതിറ്റാണ്ട് മുമ്പ് ഉയർത്തിവിട്ട നവോത്ഥാനത്തിന്റെ കാൽക്കുളമ്പടി ശബ്ദങ്ങൾ കേരളത്തിലെ SSFകാർ SYSകാർ ഏറ്റെടുക്കുകയോ രാജ്യത്തങ്ങോളം ഇങ്ങോളം മലബാറിന്റെ കേരളത്തിന്റെ തെരുവീതികളിൽ അഗതികളുടെയും അനാഥകളുടെയും ആശാ കേന്ദ്രമായി നൂറുകണക്കായ വൈജ്ഞാനിക വിളക്കുമാടങ്ങൾ വളർന്നു വന്ന് നമ്മുടെ പ്രദേശത്തെ മുസ്ലിം വിദ്യാർത്ഥികളുടെ മനസ്സുകളോട് വിദ്യാഭ്യാസം കൊണ്ട് സംവദിക്കുമ്പോൾ
കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുന്നത് ഗുജറാത്തിലാണ്. ആ ഗുജറാത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് അസ്തിത്വ വിഭാടനത്തിന് വേണ്ടി ശ്രമിച്ച